ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമുക്ക് ഇന്ന് ഇസ്രായേൽ മക്കൾക്ക് വരുത്തിയതായിട്ടുള്ള ബാധകളെക്കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. കുഞ്ഞുങ്ങൾ വാക്യമെല്ലാം പഠിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്കൊരു വാക്യം പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. പുറപ്പാട് 8:22. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവയെന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്ത് അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. ഇവിടെ ഈ വാക്യത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന ദേശമാണ് ഗോശൻ ദേശം. അപ്പോൾ മിസ്രൈമിലെ ദേശം തന്നെയാണ് ഗോശൻ ദേശം. അപ്പോൾ ആ ഒരു ദേശത്ത് തന്നെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം നായീച്ച വരാതെ സൂക്ഷിക്കും, ബാക്കിയുള്ള ഭാഗത്തെല്ലാം നായീച്ച വരും എന്നാണ് മോശ ഫറവോനോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. പുറപ്പാട് 8:22. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവയെന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്തെ അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. മോശയും അഹ്റോനും കൂടി ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്നു. ദൈവം അവരോട് പറഞ്ഞു, ദൈവം നമ്മുടെ നിലവിളി കേട്ടു. അതുകൊണ്ട് ദൈവം അവരെ വിടുവിക്കുവാൻ പോവുകയാണ്. മാത്രമല്ല, ദൈവം പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ദൈവം കാട്ടിയ 2 അത്ഭുതങ്ങളും. മോശയോട് പറഞ്ഞു നിലത്ത് വടിയിടുവാൻ പറഞ്ഞു. മോശ നിലത്ത് വടിയിട്ടു. മോശയുടെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി തീർന്നു. അപ്പോൾ അതെൻ്റെ വാലിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വടിയായിട്ട് തീർന്നു. അതും ഇസ്രായേൽ മക്കളെ കാണിച്ചു. മാത്രമല്ല, അവൻ്റെ കോട്ടിൻ്റെ അകത്തേക്ക് കൈ ഇടുവാൻ പറഞ്ഞു. അവൻ കൈ പുറത്തെടുത്തപ്പോൾ അത് കുഷ്ഠമായിട്ട് കണ്ടു. പിന്നെ അകത്തിട്ടപ്പോൾ അത് സാധാരണ കൈയായിട്ട് തീർന്നു. ഇങ്ങനെ ഈ അത്ഭുതങ്ങളും ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവർ അഹ്റോനിലും മോശയിലും വിശ്വസിച്ചു. അതിനുശേഷം ആദ്യം ജനത്തെ വിശ്വസിപ്പിച്ചതിന് ശേഷം അവർ കാണുവാനായിട്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. മോശ ഫറവോനോട് പറഞ്ഞു, യഹോവ പറയുകയാണ്, മരുഭൂമിയിൽ ഉത്സവം കഴിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളെ പറഞ്ഞു വിടണം. അതിന് ഫറവോൻ പറഞ്ഞു, ഞാൻ യഹോവയെ അറിയുകയില്ല, ജനത്തെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ മോശ പറഞ്ഞു, യഹോവ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഫറവോൻ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളുടെ വേല മെനക്കെടുക്കുന്ന എന്താണ്, ഞാൻ നിങ്ങളെ വിടുകയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ മക്കളെ കഠിന വേല ചെയ്യിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഫറവോൻ പറഞ്ഞു, അവർക്ക് വൈക്കോൽ ഇനി മുതൽ കൊടുക്കണ്ട. പക്ഷേ അവരുണ്ടാക്കുന്ന ഇഷ്ടികയുടെ കണക്ക് പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ അവർ വൈക്കോലിന് വേണ്ടി നാടെങ്ങും അതുപോലെ പുല്ലിന് വേണ്ടി നാടെങ്ങും നടന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ തക്കതായിട്ടുള്ള ഇഷ്ടിക ഉണ്ടാക്കാൻ വന്നപ്പോൾ അവരെ ദേഹോപദ്രവം ചെയ്ത് അവരെ ഉപദ്രവിച്ചു. അവരുടെ വേല അതിഭാരമാക്കി. ഇസ്രായേൽ ജനം വളരെ കഷ്ടതയിലായി. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് നീ മുഖാന്തരമായല്ലോ എന്ന് മോശയോടും അഹ്റോനോട് അവർ പറഞ്ഞു. മോശ വീണ്ടും ഫറവോൻ്റെ അടുക്കൽ ചെന്നു. ഫറവോൻ്റെ മുമ്പിൽ തൻ്റെ വടിയിട്ടു. അപ്പോൾ അത് സർപ്പമായി തീർന്നു. ഫറവോൻ മന്ത്രവാദികളെ വിളിച്ചു. അവരും അവരുടെ വടിയിട്ടു നിലത്തിട്ട് അത് സർപ്പമായി തീർന്നു. പക്ഷേ മോശയുടെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ ഇത് കണ്ടിട്ടും അവരെ വിടുകയില്ല എന്ന് പറഞ്ഞു ഫറവോൻ ഹൃദയം കഠിനപ്പെട്ടു. ജനത്തെ വിട്ടയക്കുവാൻ അവന് മനസ്സില്ല. വീണ്ടും മോശ ഫറവോൻ്റെ മുമ്പിൽ നിന്നു ജനത്തെ വിട്ടയക്കുവാൻ അപേക്ഷിച്ചു. മോശ വെള്ളത്തിൻ്റെ മീതെ കൈ നീട്ടി. വെള്ളം മുഴുവനും രക്തമായിട്ട് തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രത്താൽ വെള്ളം രക്തമാക്കി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. പുഴയുടെ ഓരത്തൊക്കെ കുഴിച്ച് അവർ വെള്ളം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി. 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മോശ ഫറവോൻ്റെ അടുക്കൽ ചെന്നു. മോശ പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കുക, അല്ലെങ്കിൽ ദേശം മുഴുവനും തവള കൊണ്ട് നിറയും. അപ്പോൾ അതിങ്ങനെ ദേശം തവളകൾ കൊണ്ട് നിറഞ്ഞു. മന്ത്രവാദികൾ അതുപോലെ ചെയ്തു. ഇസ്രായേൽ ദേശം മുഴുവൻ തവള കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഫറവോൻ മോശയുടെ അടുക്കൽ വന്നു. മന്ത്രവാദികൾക്ക് തവളയെ മാറ്റിക്കളവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഫറവോൻ മോശയോട് പറഞ്ഞു, ദേശത്തെ വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. തങ്ങളെ യാഗം കഴിക്കുവാനായിട്ട് നിങ്ങളെ വിടാമെന്ന് പറഞ്ഞു. മോശ പ്രാർത്ഥിച്ചു. തവള മാറി. എന്നാൽ ഫറവോൻ തൻ്റെ ഹൃദയം വീണ്ടും കഠിനമാക്കി. പിന്നെയും മോശ അഹ്റോനും ഫറവോൻ്റെ മുമ്പാകെ നിന്നു. അഹ്റോൻ വടിയോടുകൂടെ കൈ നീട്ടി നിലത്തെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു.
അപ്പോൾ നേരത്തെ പോലെ തന്നെ മന്ത്രവാദികൾ വിചാരിച്ചു തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ സാധിക്കുമെന്ന്. പക്ഷേ അവർ പേൻ ഉളവാക്കുവാൻ നോക്കിയപ്പോൾ അത് സാധിച്ചില്ല. അപ്പോൾ മന്ത്രവാദികളും അവരും പറഞ്ഞു സാധിക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു, ഇത് നമ്മൾ അവരെ വിട്ടയക്കേണ്ടത് ആവശ്യമാണ്, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയച്ചില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെയും മോശെ അഹ്റോനും ഫറവോൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കിയില്ലെങ്കിൽ നാളെ ഞാൻ നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ഗൃഹങ്ങളിലും നായീച്ച അയക്കും. എവിടെയൊക്കെ അയക്കുന്നത്? നാളെ ഞാൻ നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ഗൃഹങ്ങളിലും നായീച്ച അയക്കും. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്നറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്ത് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. ഭൃത്യന്മാരും അവരും നോക്കി, എന്നാൽ അവർക്ക് നായീച്ച ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല മിസ്രൈമിൽ തന്നെ ഒരു ഭാഗത്ത് ഇസ്രായേൽ മക്കൾ താമസിക്കുന്നിടത്ത് നായീച്ച ഉണ്ടാകത്തില്ല, മറ്റുള്ള ഭാഗത്ത് നായീച്ച ഉണ്ടാകും. അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചു. നായീച്ച ഫറവോൻ്റെ ജനങ്ങളുടെ ഇടയ്ക്കും മറ്റുള്ളവരുടെ ഇടയ്ക്കും നായീച്ച വന്നു. എന്നാലും ഫറവോൻ വീണ്ടും തൻ്റെ ഹൃദയം കഠിനമാക്കി ഇസ്രായേൽ മക്കളെ വിടുവാനായിട്ട് സമ്മതിക്കാതെ അവരെ കൊണ്ട് വീണ്ടും അവർക്ക് കഠിന വേല ചെയ്യിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു നമുക്ക് വാക്യം ഒന്നും കൂടെ പഠിക്കാം. പുറപ്പാട് 8:22. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവയെന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്ത് അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. അനേക ഗുണങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് അടുക്കുന്നതിന് പകരമായിട്ട് ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇസ്രായേൽ മക്കളുടെ നിലവിളി യഹോവ കേട്ടു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് രണ്ടാമതായിട്ട് കാണാനായിട്ട് നമ്മുടെ സ്നേഹവാനായിട്ടുള്ള കർത്താവ് നമ്മുടെ നിലവിളിയും നമ്മുടെ ഞരക്കലും കേൾക്കുന്നവനാണ്. ഒന്നാമതായിട്ട് നാം കണ്ടു, ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു ജീവിതത്തിൽ നിന്ന്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. തൻ്റെ മക്കളുടെ നിലവിളി അവൻ കേട്ടു അവർക്ക് വേണ്ടി പോംവഴി ഒരുക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ദൈവം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ വിശ്വസിച്ചു, മോശയിലും അഹ്റോനിലും വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാലാമതായിട്ട് നമുക്ക് കണ്ടത് ഫറവോൻ മോശ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവിടെയുള്ള മന്ത്രവാദികൾക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവർക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സാധിക്കാതെ വന്നു. അവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാലാമത്, ദൈവം സർവശക്തനാണ്. മന്ത്രവാദികളെ പോലെ അല്ല ദൈവം സർവശക്തനാണ് എന്ന് നമുക്ക് നാലാമതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം സർവശക്തനാണ്. അവൻ ഇസ്രായേൽ മക്കളെ നായീച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന സ്നേഹവാനായ ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ മിസ്രൈം ദേശത്ത് നായീച്ച ഉണ്ടായപ്പോൾ ഒരു ദേശത്ത് തന്നെ രണ്ടായിട്ട് വേർതിരിച്ച് ഒരു സ്ഥലത്ത് നായീച്ചയും മറ്റൊരു സ്ഥലത്ത് നായീച്ച ഇല്ലാത്ത അനുഭവത്തിൽ കൂടെ അത്ര വലിയ അത്ഭുതം ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്കന്ന് വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് സ്നേഹമുള്ള ദൈവമാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കാണുന്നവനാണ്. അതോർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, കഷ്ടതകളുണ്ടാകുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് അടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് നിന്നിൽ നിന്ന് അകലുവാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കണം. കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ കൃപയിലും പരിപാലനത്തിലും ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ.